നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്ത് വിവിധയിടങ്ങളിൽ കസ്റ്റംസ് റെയ്ഡ് ഓപ്പറേഷൻ നുംകൂർ. ആഡംബര കാറുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിച്ചോ എന്ന അന്വേഷണം. സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വ്യവസായ പ്രമുഖരുടെയും വീടുകളിൽ ഉൾപ്പെടെ കൊച്ചിയിലും കോഴിക്കോടും പരിശോധന. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു. കമ്മീഷന്റെ തീരുമാനം നിർണായകം. സൗഹൃദ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രേലിയ. മെസ്സിയെയും ടീമിനെയും വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചി. അർജന്റീന ടീം മാനേജർ എന്ന കൊച്ചിയിൽ. കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായും സ്പോൺസർമാരുമായും ചർച്ച. നവംബർ 15-ന് ടീമെത്തും. ബലന്റിയോർ PSG താരം ഒസ്മാൻ ഡെംബക്ലബ്. മലയാള സിനിമയ്ക്ക് ഇന്ന് അഭിമാന ദിനം. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ ഏറ്റുവാങ്ങും. ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണവും വൈകിട്ട് 4-ന്. വിജയരാഘവനും ഉർവശിയും ഉൾപ്പെടെ 5 മലയാളികൾക്കും പുരസ്കാരങ്ങൾ. H-1B വിസയ്ക്കുള്ള ഫീസ് $1,00,000 ഉയർത്തിയ അമേരിക്കൻ നടപടിയിൽ ഇളവുണ്ടാകുമെന്ന് സൂചന. ആരോഗ്യ മേഖലയിലുള്ളവർക്ക് ഇളവ് നൽകിയേക്കും. ഇന്ത്യൻ വിമാനത്താവളങ്ങളിലും വ്യോമപാതയിലും പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് അടുത്ത മാസം 24 വരെ തുടരും. ഹമാസ് പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ കീഴടങ്ങണമെന്ന പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ്. പലസ്തീനെ അംഗീകരിച്ച് ഫ്രാൻസും. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 920 രൂപ കൂടി 83,840 രൂപയായി. ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയിൽ രൂപ 88 രൂപ 55 പൈസ. ഓഹരി വിപണിയിലും ഇടിവ്. സെൻസെക്സ് 130 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റിയിലെ എല്ലാ സെക്ടറുകളിലും തകർച്ച. രാജ്യവ്യാപകമായി നടത്തുന്ന കസ്റ്റംസ് പരിശോധന നുംകൂറിന്റെ ഭാഗമായി സംസ്ഥാനത്തും റെയ്ഡ്. നടന്മാരായ ദുൽഖർ, പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ വീടുകളിലാണ് റെയ്ഡ്. തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് പരിശോധന. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്ന പരാതിയിലാണ് ഓപ്പറേഷൻ നുംകൂർ. വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ റെയ്ഡ് എങ്ങനെ പുരോഗമിക്കുന്നു? കൂടുതൽ വിവരങ്ങൾ. ശ്രീജ, രാവിലെ 10 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ കൂടി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പനമ്പള്ളി നഗറിലെ ദുൽഖറിന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെയും മമ്മൂട്ടിയുടെയും വീടുകളിലുമാണ് ഇപ്പോൾ കൊച്ചിയിൽ റെയ്ഡ് നടക്കുന്നത്. സമാനമായ രീതിയിൽ കളമശ്ശേരിയിലെ കാർ ഡീലർമാരുടെ സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ചില വിവരങ്ങളും ലഭിച്ചിരുന്നു. ഈ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് നികുതി വെട്ടിപ്പ് വ്യാപകമായി നടത്തുന്നു എന്നുള്ള പരാതിയെ തുടർന്ന് ചില രേഖകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ 30 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച 150 വാഹനങ്ങൾ ഉൾപ്പെടെ ഈ രീതിയിൽ ഇന്ത്യയിൽ എത്തിച്ച് ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ മാറ്റിയ ശേഷം നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഇന്ത്യൻ വാഹനങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുത്തെ നികുതി വെട്ടിക്കുന്ന സംവിധാനമാണ് ഉണ്ടായത്. ഈ ഒരു നികുതി വെട്ടിപ്പിന്റെ ഭാഗമായി കേരളത്തിലെ മുൻനിര നടന്മാർ കൂടി മാറി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതിനുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസും ഒപ്പം തന്നെ കസ്റ്റംസും നേരത്തെ ലഭിച്ചിരുന്നു. ഈ വാഹനങ്ങളുടെ നമ്പറുകൾ മാറ്റിയാണ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. പഴയ വാഹനങ്ങളും നമ്പറുകൾ മാറ്റി എത്തിച്ചിട്ടുണ്ട്. ടൊയോട്ടയും ലാൻഡ് ക്രൂസറും ലാൻഡ് റോവറും ടാറ്റ എസ്യുകളും തുടങ്ങി അതോടൊപ്പം തന്നെ ഭൂട്ടാൻ മിലിറ്ററി ലേലം ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില ഈ ഒരു നിയമവിരുദ്ധമായ ചില സംഘടനകൾ, അതായത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചില സംഘടനകൾ കൂടി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് പിന്നിലുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങളും നടന്നിരുന്നു. എന്തായാലും ദുൽഖർ സൽമാനും പൃഥ്വിരാജും അമിത് ചക്കാലക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം വാഹനങ്ങൾ വാങ്ങിയെന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ മമ്മൂട്ടിക്കുള്ള വാഹനത്തിനോടുള്ള ഒരു അഭിനിവേശത്തെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. ധാരാളം വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്യാരേജിലുണ്ട്. ഈ മുഴുവൻ വാഹനങ്ങളുടെയും രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ഒപ്പം സംസ്ഥാന ഉദ്യോഗസ്ഥരും അവരുടെ സാന്നിധ്യത്തിലും കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു നികുതി വെട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്ന പോലെ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നതിന് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഭൂട്ടാനിൽ നിന്ന് ഇപ്പോൾ വാഹനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ശ്രീജ, ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി റെയ്ഡ് നടക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ശ്രീജിത്ത് നായർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ.
SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുന്നത് ഒരേ അവസരത്തിലാണ്. രണ്ടും ചെയ്യേണ്ടത് ഒരേ ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ ക്ലാഷ് ആവാതിരിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടവരാണ്. അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാത്ത തരത്തിൽ SIR-ൻ്റെ തീയതികൾ നിശ്ചയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ എത്തിക്കുന്നതിന് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നൽകിയിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേർക്കും മാൻഡേറ്റ് ഉണ്ട്. ആ മാൻഡേറ്റ് അനുസരിച്ച് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഉചിതമായിട്ടുള്ള തീരുമാനം രണ്ട് ഭാഗത്തു നിന്നുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്നുള്ളതാണ് കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ആവശ്യം. എന്തായാലും ഈ ഒരു ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം തന്നെയല്ലേ ഇക്കാര്യത്തിൽ നിർണായകമാവുക? തീർച്ചയായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തീരുമാനം തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമാകുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശം ഇതിനോടകം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട്. ഇനി അവരാണ് ഇത് സംബന്ധിച്ച ഒരു പ്രധാന തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഈ തീവ്ര തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി നടപ്പാക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് രണ്ടും കൂടി ചേർന്ന് പോകാൻ കഴിയില്ല. ഇത് രണ്ടും നടപ്പാക്കേണ്ടത് ഒരേ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നീട്ടിവെക്കണമെന്ന ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനം കൈക്കൊള്ളും. ഒരു പക്ഷേ ഇത് നീട്ടിവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം ചേർന്ന വിവിധ പാർട്ടികളുടെ യോഗത്തിലടക്കം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം ഒപ്പം തന്നെ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുമായി കണ്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു ആവശ്യം പാർട്ടികൾ കൂടി മുന്നോട്ട് വെച്ചത്. ഇവ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വളരെയധികം നിർണായകമാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. SIR-ൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാണ് ഇനി അറിയേണ്ടത്. ഇലക്ഷൻ കമ്മീഷനെ രാഷ്ട്രീയ ചട്ടുകമായിട്ടാണ് BJP ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിലെ മതനിരപേക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നിലപാടെടുത്തതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കോഴിക്കോട് പറഞ്ഞു. അതുകൊണ്ടാണ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ യോജിച്ച പ്രക്ഷോഭം ആലോചിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഈ പാർട്ടികളൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, BJP ഒഴികെ. അതുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ ഇത്തരം നിലപാട് എടുത്തത്. ആലോചിക്കാവുന്നതാണ്. മെസ്സിയെയും അർജന്റീന ടീമിനെയും വരവേൽക്കാൻ കൊച്ചിയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സുരക്ഷയും മറ്റ് സൗകര്യങ്ങളും വിലയിരുത്താൻ അർജന്റീന ടീം മാനേജർ ഇന്ന് കൊച്ചിയിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, അർജന്റീന ടീം മാനേജർ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞോ? അദ്ദേഹം കലൂർ സ്റ്റേഡിയം ഒക്കെ വിലയിരുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കായിക മന്ത്രിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ചയുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഇതിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത അർജന്റീന ടീമിന്റെ കേരളത്തിലുള്ള കളി സൗഹൃദ മത്സരം ഓസ്ട്രേലിയയുമായിട്ടാണ് എന്നതാണ്. അതാണ് ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്. മാത്രമല്ല അർജന്റീന ടീമിന്റെ പ്രതിനിധി ഇതുവരെ എത്തിയിട്ടില്ല. ഫ്ലൈറ്റ് ഡിലേ ആണ്. 1:30 കൂടി അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അർജന്റീന ടീമിന്റെ പ്രതിനിധി കായിക മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ എത്തി നടത്തുന്ന ഒരു കൂടിക്കാഴ്ച ചർച്ച എന്ന് പറയുന്നത് അതായിരിക്കും. തുടർന്ന് അദ്ദേഹം മത്സരം നടക്കാനിരിക്കുന്ന കലൂർ രാജ്യാന്തര സ്റ്റേഡിയം സന്ദർശിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ
കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നേരത്തെ കളി തീരുമാനിച്ചിരുന്നത്. എന്നാൽ അസൗകര്യങ്ങളെ തുടർന്നാണ് ഈ വേദി മാറ്റിവെച്ചത്, കൊച്ചിയിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് കൊച്ചി അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്, സ്റ്റേഡിയം കളിക്കാൻ ഉതകുന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിൽ പരിശോധിക്കപ്പെടുക. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകും, റിപ്പോർട്ടുകൾ ഉണ്ടാകും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ നിലവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്റ്റേഡിയമാക്കി അതിനെ മാറ്റും. അതിനുശേഷമായിരിക്കും ഇവിടെ കളി നടക്കുക. ആദ്യ സൗഹൃദ മത്സരം, കേരളത്തിലുള്ള സൗഹൃദ മത്സരം ഓസ്ട്രേലിയയുമായിട്ടാണ് എന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ശരി അശ്വതി, സൗഹൃദ മത്സരത്തിനുള്ള സുരക്ഷയും ഒരുക്കങ്ങളും ഒക്കെ വിലയിരുത്താനായി അർജന്റീന ടീം മാനേജർ ഇന്ന് കൊച്ചിയിലെത്തും. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അശ്വതി. ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് 4-ന് വിഗ്യാൻ ഭവനിലാണ് പുരസ്കാര വിതരണ ചടങ്ങ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലാകും അവാർഡിന്റെ ശ്രദ്ധാകേന്ദ്രം. മലയാളത്തെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വൈകിട്ട് വിതരണം ചെയ്യുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് മലയാള സിനിമയും കേരളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളുമാകും. ചലച്ചിത്ര മേഖലയിലെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മോഹൻലാൽ തന്നെയാണ് അവാർഡ് വിതരണത്തിന്റെ ആകർഷണം. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ. വൈകിട്ട് 4 മണിക്ക് ഡൽഹി വിഗ്യാൻ ഭവനിലാണ് പുരസ്കാര വിതരണ ചടങ്ങ്. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും ചേർന്ന് സ്വീകരിക്കും. ജവാനിലെ മികച്ച അഭിനയത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം ലഭിച്ചത്. 12th ഫെയിൽ ചിത്രത്തിലെ വേഷമാണ് വിക്രാന്ത് മാസിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്ക് സമ്മാനിക്കും. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയമാണ് റാണി മുഖർജിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മികച്ച സഹനടനും മികച്ച സഹനടിയും ഇത്തവണ കേരളത്തിൽ നിന്നാണ്. പൂക്കാലം സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയരാഘവൻ സഹനടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. ഉള്ളൊഴുക്കിലെ അമ്മയുടെ വേഷം ഗംഭീരമാക്കിയ ഉർവശിയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ഉള്ളൊഴുക്ക് തന്നെയാണ് മികച്ച മലയാള ചിത്രവും. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ദി കേരള സ്റ്റോറി സംവിധാനം ചെയ്ത സുദീപ് തോസനിനാണ്. മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും ദി കേരള സ്റ്റോറിക്കാണ്. മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നെഗൽ സംവിധാനം ചെയ്ത MK രാംദാസ് ഏറ്റുവാങ്ങും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 920 രൂപ കൂടി 83,840 രൂപയായി. ഗ്രാമിന് 115 രൂപ വർദ്ധിച്ച് 10,480 രൂപയായി. ഡോളറിനെതിരെ രൂപയ്ക്ക് റെക്കോർഡ് തകർച്ചയാണ്. വിനിമയ നിരക്ക് 88 രൂപ 55 പൈസയായി. ഓഹരി വിപണിയിലും ഇടിവ്. സെൻസെക്സ് 130 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റിയിലെ എല്ലാ സെക്ടറുകളിലും തകർച്ച നേരിട്ടു. US ഡോളറിനെതിരെ രൂപ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ്. രൂപയുടെ മൂല്യം 88.55 ആയി. ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കവും H1B വിസ ഫീസ് നിരക്ക് വർദ്ധിച്ചതും തിരിച്ചടിയായി. തുടർച്ചയായ 2ാം ദിവസമാണ് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തുന്നത്. ഈ മാസം ആദ്യം രേഖപ്പെടുത്തിയത് 88.45 ആയിരുന്നു. 2025 ഇതുവരെ രൂപയുടെ മൂല്യം 3.35% ഇടിഞ്ഞത്. ഇന്ത്യൻ സാധനങ്ങൾക്കുള്ള US താരിഫ് വർധന, H1B വിസകൾക്ക് $1,00,000 ഫീസ് തുടങ്ങിയ നിരന്തരമായ വെല്ലുവിളികൾ രൂപയെ സമ്മർദ്ദത്തിലാക്കി. ഇത് റെക്കോർഡ് താഴ്ന്ന നിരക്കിലേക്ക് രൂപയെ എത്തിച്ചു. H1B വിസ ഫീസ് വർധനവ് ഇന്ത്യൻ IT മേഖലയിൽ നിന്നുള്ള ഓഹരി ഒഴുക്കിന് കാരണമാകുമെന്നും ഇന്ത്യൻ രൂപയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വിലയിരുത്തലുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലും വീണ്ടും റെക്കോർഡ് കുതിപ്പ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്നത്തെ സ്വർണ്ണവില എത്തിയിരിക്കുന്നത്. 920 രൂപയാണ് ഇന്ന് മാത്രം ഒരു പവൻ സ്വർണ്ണത്തിന് കൂടിയത്. ഇതോടെ 83,840 രൂപയായി. 10,480 രൂപയാണ് ഒരു ഗ്രാമിന്റെ വില. ഈ മാസം മാത്രം 6,200 രൂപയുടെ വർധനവാണ് സ്വർണ്ണത്തിന് വിപണിയിലുണ്ടായത്. ഓരോ ദിവസവും വലിയ കുതിപ്പാണ് സ്വർണം നടത്തുന്നത്. അമേരിക്കയിലെ പലിശ കുറച്ചതും ഡോളർ മൂല്യം ഇടിഞ്ഞതും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതെല്ലാം സ്വർണ്ണവില കൂടാൻ കാരണമായി. ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇടിവുണ്ടായി. സെൻസെക്സും നിഫ്റ്റിയിലെ എല്ലാ സെക്ടറുകളിലും IT സെക്ടറുകളിലും ഇടിവാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കൊരുങ്ങി അമൃതപുരി. ആഘോഷങ്ങൾക്കായി അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് വിശാലമായ വേദിയും പന്തലും ഒരുങ്ങുന്നത്. ഈ മാസം 27-നാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങൾ.
പിറന്നാൾ അമ്മയ്ക്ക് ആഘോഷമല്ലെന്നും അമ്മ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും മുതിർന്ന സന്യാസി വര്യനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി. മക്കളാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ മക്കളെ ഒരുമിച്ച് കാണുന്നതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളതെന്നും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയാണ് അമ്മയുടെ ജന്മദിനാഘോഷമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. അമ്മയുടെ 72ാം തിരുനാൾ സെപ്റ്റംബർ 27 ആഘോഷിക്കുകയാണ്. അമ്മ ആദ്യമായി പിറന്നാൾ ആഘോഷിച്ച 1979 സെപ്റ്റംബർ മാസത്തിൽ. അമ്മ പറഞ്ഞു, ഇത് ഒരു കടലോര ഗ്രാമമാണ്, ഇവിടെ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളൊരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ ആ പിറന്നാളിന് വലിയ പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. കന്നിമാസത്തിലെ കാർത്തിക നക്ഷത്രം അത് ഞങ്ങൾ അമ്മയിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെറിയ തോതിൽ ഒരു പായസമൊക്കെ വെച്ചു. അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും താമസിക്കുന്ന വീടും ചെറിയ ഒരു ക്ഷേത്രവും ഒരു ചരിപ്പും മാത്രം ഉള്ള ഒരു കാലം. ധാരാളം കുട്ടികൾ അമ്മയോടൊപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും. അതെല്ലാം അയൽവാസികളായിട്ടുള്ള കുട്ടികളാണ്, ഈ കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികളാണ് അമ്മയുടെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ. അവരുമായിട്ട് അമ്മ ചിരിച്ചും കളിച്ചും അങ്ങനെ അങ്ങ് പോയി. അതാണ് 1979 ആദ്യമായി ആഘോഷിച്ച ജന്മദിനം അമ്മയുടെ. അന്നും ഇന്നും അമ്മയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഈ എല്ലാവരും എല്ലാ മക്കളും കൂടെ ഒന്നിച്ച് വന്നിരുന്ന് അവരെ കാണുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ മക്കളെ കാണുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക, അവരുടെ കണ്ണീരൊപ്പുക, അവർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം അമ്മയ്ക്ക് മറ്റൊന്നുമില്ല. ഞങ്ങളൊക്കെ അമ്മയുടെ ജന്മദിനം തിരുനാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുവെങ്കിൽ പോലും അമ്മയുടെ സന്തോഷം മക്കളെ ഒന്നിച്ച് കാണുന്നു എന്ന് മാത്രമല്ല, ആ ദിവസം ലോകത്ത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് അമ്മയുടെ ദൈനംദിന ദിനചര്യകളിൽ അമ്മ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് വരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ മറ്റ് ചില മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് അന്നില്ല. പിന്നെ കുറച്ച് ആൾ കൂടും, ചില പ്രധാന വ്യക്തികളൊക്കെ വരും, അതൊക്കെ സന്തോഷം. അപ്പോൾ ഏതായാലും ഈ 72ാം തിരുനാൾ ദിവസം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് അമ്മ ചെയ്യാൻ പോകുന്നത്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഓം അമൃതേശ്വരിയെ നമഃ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതത്തിൽ കരുതലും കൈത്താങ്ങുമാകുന്ന മാതാമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ആശ്വാസകരമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരെത്തിച്ച 10,000ങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ള മഠം അമ്മയുടെ പിറന്നാൾ ആഘോഷം സഹായങ്ങളുടെ ഒരു കടലാക്കുകയാണെന്നും പിറന്നാൾ ആശംസകൾ നേർന്ന് മന്ത്രി പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ മാസം 27 അമൃതപുരിയിൽ ചേരുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുമായെല്ലാം ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നത് എന്നത് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരെത്തിച്ചു കൊടുത്തിട്ടുള്ള 10,000കണക്കായ മനുഷ്യർക്ക് ഭവന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ള മഠത്തിൻ്റെ നേതൃത്വത്തിൽ അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ വീണ്ടും അനേകായിരങ്ങളിലേക്ക് ആ സഹായം എത്തിച്ചേരുക തന്നെയാണ്. ഈ മഹാസംഗമത്തിന്, ഈ മഹാസംരംഭത്തിന് എല്ലാ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു.
മെഡിക്കൽ കോളേജുകൾ തട്ടിക്കൂട്ട് സംവിധാനമാണെങ്കിൽ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തട്ടിക്കൂട്ട് ഡോക്ടർമാരാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഡോക്ടർ ഹാരിസ്. സീനിയർ ഡോക്ടർമാരെ നിയമിക്കാൻ തയ്യാറാകണം. പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്നതിനേക്കാൾ പരിഗണന നിലവിലുള്ള ആശുപത്രികളുടെ സൗകര്യം കൂട്ടുന്നതിനാകണമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. സീനിയർ ഡോക്ടർമാരൊന്നും ഇല്ല, സീനിയർ ഡോക്ടർമാരുടെ ലഭ്യതയില്ല. അവർ 3-4 ഡോക്ടർമാരെ ഉപയോഗിച്ചാണ് വലിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ റൺ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് അധ്യാപകർ പ്രതിഷേധിച്ചു. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ എന്നിവ ഉന്നയിച്ചാണ് KGM-CTAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരത്ത് DME ഓഫീസിലേക്കും മറ്റിടങ്ങളിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസുകളിലേക്കുമാണ് മാർച്ച് നടത്തിയത്. പുതിയ മെഡിക്കൽ കോളേജിൽ തസ്തിക സൃഷ്ടിക്കുന്നില്ല എന്നാണ് KGM-CTAയുടെ ആരോപണം. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് സ്ഥലം മാറ്റി പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമം. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം OP നിർത്തിവെച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വിമാനത്താവളങ്ങളിലും വ്യോമപാതയിലും പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് തുടരും. അടുത്ത മാസം 24 വരെ നിരോധനം തുടരുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സമാന നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും നിരോധനം ദീർഘിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് വ്യോമപാത അടച്ചത്. ഏപ്രിൽ 24-ന് പാകിസ്ഥാനാണ് ആദ്യം വ്യോമപാത അടച്ചത്. 6 ദിവസത്തിന് ശേഷം ഇന്ത്യയും സമാന നിലപാട് സ്വീകരിച്ചു. നിലവിൽ ഓരോ മാസവും നീട്ടി ഉത്തരവിറക്കുകയാണ് ഇരു രാജ്യങ്ങളും ചെയ്യുന്നത്. അയ്യപ്പ സംഗമം വൻ വിജയമെന്നും പരാജയമെന്നത് പ്രതിപക്ഷത്തിന്റെ പ്രചരണം മാത്രമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ശബരിമല വളർന്നാൽ കേരളം വികസിക്കും. അയ്യപ്പ സംഗമത്തിനെതിരെ VD സതീശൻ RSSനൊപ്പം ചേർന്നു. പിണറായി വിജയൻ ഭക്തനാണ് എന്നത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായമെന്നും EP കണ്ണൂരിൽ പറഞ്ഞു. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്, ഞങ്ങളുടെ കൈവശം വന്നിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അവരിത് പറഞ്ഞു നടന്നോട്ടെ, അവിടെ നിന്നാണ് ഞങ്ങൾക്ക് നഷ്ടം. നമ്മുടെ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികൾ ലോകത്തിലെല്ലാം ഉണ്ട്. അതിൻ്റെ ഭാഗമായി ലോകത്തിലുള്ള എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ H1B വിസയ്ക്കുള്ള ഫീസ് $1,00,000 ഉയർത്തിയ അമേരിക്കൻ നടപടിയിൽ ഇളവുകൾ വരുന്നു. ഡോക്ടർമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഇളവ് നൽകാനാണ് നിലവിൽ തീരുമാനം. H1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയ നടപടിക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതോടെയാണ് നേരിയ തോതിലെങ്കിലും ഇളവ് വരുത്താൻ അമേരിക്ക തയ്യാറെടുത്തത്. സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായാണ് അമേരിക്ക വിസയുടെ നിരക്ക് $1,00,000 വർദ്ധിപ്പിച്ചത്. എന്നാൽ ഡോക്ടർമാർക്ക് ഇതിൽ ഇളവ് നൽകാനാണ് തീരുമാനം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു ചില വിഭാഗങ്ങൾക്കു കൂടി ഇളവ് നൽകിയേക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ടൈലർ റോജർ പറഞ്ഞു. ചില മേഖലകളിൽ അതീവ വൈദഗ്ധ്യമുള്ളവരെ ഉയർന്ന ഫീസ് നിരക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിസ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇളവുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതായിരുന്നു കൂടിക്കാഴ്ച എന്ന് S ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന് മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് S ജയശങ്കർ അമേരിക്ക സന്ദർശിച്ച് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലോകത്തെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബലൻഡിയോർ പുരസ്കാരം PSG താരം ഒസ്മാൻ ഡെംബലേക്ക്. തുടർച്ചയായ 3ാം തവണയും സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി. മികച്ച യുവതാരമായി 2ാം തവണയും ബാഴ്സയുടെ ലാമിൻ യമാൽ അർഹനായി. ഈ നിമിഷത്തിലേക്കുള്ള ദൂരം അത്ര എളുപ്പമായിരുന്നില്ല. ബാലൻഡിയോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം വികാരഭരിതനായി ഒസ്മാൻ ഡെംബലെ പറഞ്ഞ വാക്കുകളാണിത്. Tous les joueurs, l'entraîneur, le directeur sportif sont pas là ce soir. Il y avait bien plus d'importance, surtout pour le club. Mais voilà, ça clôture une très belle année 2024-2025. തുടർച്ചയായ 3ാം തവണയും സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ബാഴ്സലോണയുടെ ലാമിൻ യാമൽ സ്വന്തമാക്കി. വിക്കി ലോപ്പസാണ് മികച്ച വനിതാ യുവതാരം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.